ഒരു 5 കൊല്ലം UDF ഭരിക്കുകയാണെങ്കിൽ ഇതേ ആളുകൾ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ 3.5 കോടി, അപ്പോഴത്തേക്കും 3.25 കോടി ഉണ്ടോ, അവർ പറയും പിണറായി വിജയൻ്റെ സർക്കാർ എടുത്ത് ഭേദം. UDF വേണ്ടിയിട്ട് അവർ ഒരു പ്രചരണം നടത്തണ്ട, ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അതാണ് അവസ്ഥ. മുസ്ലിം ലീഗ് നിർത്തിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെയല്ലോ, നല്ല എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. പരിചയസമ്പന്നരായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. 2016 സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പറവൂർ ക്യാമ്പയിൻ ഈ VD സതീശൻ ഒരു വലിയ ഈഴവ സമുദായ ദ്രോഹിയാണ്, ഇവൻ ആര് വോട്ട് ചെയ്തത് എന്ന് പുള്ളി ആ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചു. അതുകൊണ്ട് BJPയുടെ ഇനിയുള്ള വളർച്ച എന്ന് പറയുന്നത് CPMന്റെ ചെലവിലാണ്. മിക്കവാറും മന്ത്രിമാർ ഇത്തവണ തോക്കും. എത്ര മന്ത്രിമാർ ഈ സഭയിൽ തോക്കും? 12 പേര് തോക്കുന്നതാണ് സതീശൻ പറഞ്ഞത്. 12 ഇല്ലെങ്കിലും ഒരു 9-10 പേര് നിശ്ചയമായിട്ട് തോക്കും, അതിന് സംശയമില്ല. കെ സുധാകരനെ കണ്ട ദൈവമായിട്ട് ആരാധിക്കുന്ന കുറേ ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ പോലും ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയും ദൂരം. എന്ന് മാത്രമല്ല, ലോകവ്യാപകമായിട്ട് ഏറ്റവും അധികം ആരാധകരുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാവും സുധാകരനാണ്. രാഷ്ട്രീയ കേരളം അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കേരളം ആര് ഭരിക്കും എന്ന് തിരിച്ചറിയാനുള്ള സമയമാണിത്. അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്താണെന്ന് ചെറിയൊരു ഡിസ്കഷനാണ്. നമസ്കാരം. ഇത്തവണ ആര് ഭരിക്കും? ഭരണത്തുടർച്ച ഉണ്ടാവുമോ? ഭരണത്തുടർച്ച ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. വലിയ ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട്. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിലും BJPക്കാരുടെ ഇടയിലും ലീഗുകാരുടെ ഇടയിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകളുടെ ഇടയിലും അല്ല, ഇടതുപക്ഷക്കാർക്കിടയിലാണ് ഈ വികാരം വളരെ ശക്തമായിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ സ്വകാര്യമായിട്ട് പറയുന്നത് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇത്തവണ ഒരു പരാജയം അനിവാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്താഗതി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബംഗാളിലും മറ്റൊക്കെയുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സർക്കാർ അനന്തമായിട്ട് ഭരിക്കുക എന്നുള്ളത് ഒരിക്കലും ജനാധിപത്യത്തിന് ഗുണകരമല്ല, ഭൂഷണമല്ല. അപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ്. പിന്നെ മാറ്റം ഗുണകരമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ വേറൊരു ചോദ്യം. ഇടതുപക്ഷത്തിൻ്റെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലം UDF ഭരിക്കുകയാണെങ്കിൽ ഇതേ ആളുകൾ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ 3.5 കോടി, അപ്പോഴത്തേക്കും 3.25 കോടി ഉണ്ടോ, അവർ പറയും പിണറായി വിജയൻ്റെ സർക്കാർ എടുത്ത് ഭേദം. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്നൊരു ചിന്താഗതിയിലേക്ക് വരും. സാധാരണ 5 കൊല്ലം കൂടുമ്പോൾ സർക്കാർ മാറുകയാണ് കേരളത്തിൽ പതിവ്. കഴിഞ്ഞ തവണ അത് ഉണ്ടായില്ല. 2021 ആ രീതിയിൽ ഏറെക്കുറെ അപ്രതീക്ഷിതമായ റിസൾട്ടാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ അതുകൊണ്ട് തന്നെ 10 കൊല്ലം ഭരിച്ച സർക്കാരിനോട് ഉള്ള ഭരണവിരുദ്ധ വികാരം കൂടുതലാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ഒരു വിശകലനം കണ്ടിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഇങ്ങോട്ട് പ്രചാരണം കഴിഞ്ഞല്ലോ, അപ്പോഴും ആ നിരീക്ഷണത്തിൽ തന്നെയാണോ? അതിൽ മാറ്റമൊന്നുമില്ല. കാരണം ജനങ്ങൾ വോട്ട് തീരുമാനിക്കുന്നത് ഏതാണ്ട് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പാണ്. ഇത്തവണ കുറച്ച് സമയം കുറഞ്ഞു പോയി. കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ആദ്യത്തെ സ്പെല്ലിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഇത് അവസാനത്തെ സ്പെല്ലിലാണെങ്കിൽ 1.5 മാസം നമ്മൾ ഇത് സഹിക്കേണ്ടി വന്നില്ല, ഇത് കൂടുതലായിട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി. കാരണം ആദ്യം ഈ ചൂടുകാലത്ത് മീനമാസത്തിൽ സ്ഥാനാർത്ഥികൾ വെയിലുകൊണ്ട് ഒരുപാട് നടക്കേണ്ടി വരും. മാത്രമല്ല ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. ഒരു ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതനുസരിച്ച് ചിലവ് വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി. പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും അതുപോലെ തന്നെ ശക്തമായിട്ട് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് 1-2 ചെറിയ ഘടകങ്ങളുള്ളത് വെച്ചാൽ, ഒന്ന്, മുമ്പൊക്കെ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും ഇപ്പോൾ LDFൻ്റെ വിരുദ്ധ വികാരം UDFൻ്റെ വിരുദ്ധ വികാരം LDFനോട് കിട്ടിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ BJP ഒരു സാമാന്യം നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഈ LDFൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഭാഗം BJPയിലേക്ക് കൂടി പോകും. അപ്പോൾ അത്രത്തോളം LDFന് അഡ്വാൻറ്റേജസ് ആണ്. കാരണം ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഇതിലേക്ക് പോകും. വിരുദ്ധ വോട്ടുകൾ കുറേ BJPയിലേക്ക് പോകും. അതുകൊണ്ട് കുറച്ച് സീറ്റുകൾ അവർക്ക് സാൽവേജ് ചെയ്യാൻ പറ്റും. പിന്നെ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം CPMന് വലിയ ശക്തിയുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ വിരുദ്ധ വികാരം ആ രീതിയിൽ ബാധിക്കില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചില കോട്ടകളൊക്കെ ഉണ്ട്. കല്യാശ്ശേരി, മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ്, ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വേങ്ങര, കുറ്റിപ്പുറം പോലുള്ള, വേങ്ങര, മലപ്പുറം, മഞ്ചേരി പോലുള്ള മണ്ഡലം. അതുപോലെ ഈ പാലക്കാട് ജില്ലയിലെ കോങ്ങാട്, അല്ലെങ്കിൽ തരൂർ, നെന്മാറ, ആലത്തൂർ പോലുള്ള മണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക, ഗുരുവായൂർ, അതുപോലെ കയ്പമംഗലം പോലുള്ള സീറ്റ് അവിടെ ഒന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള ചില കോട്ടകൊത്തളങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ വിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് വരും.
പിന്നെ CPM-കാർ ബുദ്ധിയായിട്ടൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ മിക്കവാറും സിറ്റിംഗ് MLA-മാർക്ക് സീറ്റും. ഇപ്പോൾ ഒരു സിറ്റിംഗ് MLA-ക്ക് ഒരു സൗകര്യമുണ്ട്, അയാൾക്ക് മണ്ഡലത്തിൽ പുതിയ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. MLA എല്ലാവർക്കും സുപരിചിതനാണ്, MLA-ക്കും മണ്ഡലം സുപരിചിതമാണ്, പരസ്പരം ഒരു അടുപ്പമുണ്ടാവും. പിന്നെ ഈ MLA കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് അവിടെ ഫണ്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഇയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ടാവും, കടപ്പാടുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. കോൺഗ്രസിനെ സംബന്ധിച്ചും അങ്ങനെയല്ലോ, പുതിയ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഇവർക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയ ചില സൗകര്യങ്ങൾ LDF-ന് കിട്ടിയിട്ടുണ്ട്. LDF ഉണ്ടാക്കിയതും അവർക്ക് കിട്ടിയതുമുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഭരണവിരുദ്ധ വികാരം പഴയ പോലെ ശക്തമായിട്ട് നിൽക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു 90 തൊട്ട് 110 വരെ സീറ്റുകൾ UDF-ന് കിട്ടാവുന്ന ഒരു വൈകാരിക അന്തരീക്ഷമുണ്ട്. ഇപ്പം ആ രീതിയിലില്ല. 90-ൽ കുറഞ്ഞ സീറ്റുകൾ, ഒരു 80-85 സീറ്റൊക്കെ പരമാവധി ജയിക്കാം എന്ന അവസ്ഥയിലാണ് UDF നിൽക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി കുറച്ച് ദുർബലമാണ്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശിഥിലമാണ്. നമുക്കറിയാം, എത്രയോ കൊല്ലമായിട്ട് ഈ സാധനം ഇല്ല. പിന്നെ പല ജില്ലകളിലും കോൺഗ്രസ് ജയിക്കുന്നേ ഇല്ല. കഴിഞ്ഞ ഏറ്റവും അധികം ശക്തിയുള്ളൊരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ഇടുക്കി ജില്ലയിൽ ആകെ ഒരു സീറ്റ് കിട്ടിയത് P. ജോസഫിൻ്റെയാണ്, കോൺഗ്രസിന് കിട്ടിയില്ല. കോഴിക്കോട് ജില്ലയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് ഒറ്റ കോൺഗ്രസ്സുകാരും ജയിച്ചിട്ടില്ല. ലീഗുകാർ ജയിക്കും, അല്ലെങ്കിൽ RMP ജയിക്കും, കോൺഗ്രസ് ജയിക്കില്ല. ആ രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ തന്നെ. അപ്പോൾ പല ജില്ലകളിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല. ഏത് തെരഞ്ഞെടുപ്പിലും കാൻഡിഡേറ്റ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തുനിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രൻ നിൽക്കുമ്പോൾ പ്രേമേന്ദ്രൻ ജയിക്കുക. കാരണം പ്രേമേന്ദ്രന് ഒരു വോട്ടുണ്ട്, കോൺഗ്രസ്സിന് ഉള്ള വോട്ടല്ല പ്രേമേന്ദ്രൻ. MK രാഘവൻ കോഴിക്കോട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ജയിക്കും. ഇത് കോഴിക്കോട്ട് നിന്ന് നിയമസഭയ്ക്ക് മത്സരിക്കുന്ന ആരും ജയിക്കില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസ്സിന് കൂടുതൽ പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഈ നേതാക്കന്മാർ തമ്മിൽ തല്ലിയാണല്ലോ ഓരോ സീറ്റിലേക്ക് ആളെ നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചപ്പോൾ എന്ന് വെച്ചാൽ ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായി. ഇതൊക്കെ കഴിഞ്ഞാലും ഇവർ ജയിച്ചു വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ പ്രചാരണ രംഗത്തിന് UDF-ന് തന്നെയാണ് കാറ്റ് അനുകൂലം എന്ന് പറയാം അല്ലേ? UDF-ന് വേണ്ടിയിട്ട് അവർ ഒരു പ്രചരണം നടത്തണ്ട, ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അതാണ് അവസ്ഥ. പ്രചരണത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. വെറുതെ മൈക്ക് സെറ്റ് വച്ച് കെട്ടിയ ആളുകളുടെ ചെവിക്കല്ല് പൊട്ടിച്ചിട്ട് എന്താ കാര്യമില്ല. കുട്ടിക്കലാശമൊക്കെ ശുദ്ധ തോന്നിവാസമാണ്. അതൊക്കെ ചാണ്ടി ഉമ്മൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. കുട്ടിക്കലാശമോ പോസ്റ്ററോ ഫ്ലക്സോ അതിനൊന്നും ആവശ്യമില്ല. ഇനിയുള്ള കാലത്ത് ആരെങ്കിലും ഫ്ലക്സ് ബോർഡ് നോക്കിയിട്ട് ഓടിക്കും, അല്ലെങ്കിൽ പോസ്റ്റർ നോക്കിയിട്ട് ഓടിക്കും, മതിലെഴുത്ത് നോക്കിയിട്ട് ഓടിക്കും. മതിലെഴുത്തൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കും. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ പരസ്യങ്ങൾ. നമ്മൾ ഫോണിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നിരവധി പരസ്യങ്ങൾ വന്നു. അപ്പോൾ ആ രീതിയിലേക്ക് മാറി, കാലം മാറുകയാണ്. അപ്പോൾ അത് പ്രചരണത്തെയും ബാധിക്കും. അതിന് പ്രത്യേകത. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലെക്സ് ബോർഡുകളില്ല. CPM ഇടതുപക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം പിണറായിയുടെ ബോർഡുകൾ മാത്രമേ, കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങളിലൊക്കെ വലിയ ബോർഡിങ്ങുകൾ പിണറായി മാത്രമേ ഒതുങ്ങിപ്പോകുന്നൊരു തോന്നലുണ്ടോ? അതായത് മറ്റ് സ്ഥാനാർത്ഥികളുടെ ബോർഡുകൾ കാണാനില്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ പോസ്റ്ററുകളാണ് കൂടുതൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ ഇത്തവണ കൂടുതലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അവസാനത്തൊരു ആഘോഷമായിട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത തവണ തൊട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം കൂടുതൽ ആൾക്കാർ കാണട്ടെ. ഇനി കാണാൻ പറ്റാത്തവർക്ക് ഒരു അവസരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സ്ഥാനാർത്ഥികൾ അങ്ങനെ പടം വെച്ച് പോസ്റ്റ് അടിക്കുന്നതിൽ കാര്യമില്ല. ഞങ്ങളുടെ ആലുവ മണ്ഡലത്തിൽ മാത്രമാണ് അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആലുവയിൽ ഇത്തവണ AM ആരിഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ സ്ഥാനാർത്ഥികൾ പടമൊക്കെ വെച്ച് പോസ്റ്റ് അടിക്കുക, ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ആരിഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ വെച്ചാൽ അദ്ദേഹം വർണ്ണശബളമായ ആ പോസ്റ്റർ, ഇദ്ദേഹത്തിന് പച്ച ഷർട്ട്, നീല ഷർട്ട്, മഞ്ഞ ഷർട്ട്, പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ട് നിരവധി പോസ്റ്റർ അടിക്കും. ഇത് കണ്ടപ്പോൾ ബാക്കി സ്ഥാനാർത്ഥികളും ഞെട്ടിപ്പോയി. അവരിങ്ങനത്തെ പോസ്റ്ററുകൾ കണ്ടിട്ടില്ല. എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA അൻവർ സാദത്താണ്. അദ്ദേഹമാണ് എല്ലായ്പ്പോഴും വെള്ളമുണ്ട് വെള്ള ഷർട്ടിൽ മാത്രം കാണപ്പെട്ടുള്ള വ്യക്തിയാണ്. അതല്ല, അദ്ദേഹം അല്പം ഇരുണ്ട നിറമുള്ള ആൾ കൂടിയാണ്. കളർ ഷർട്ട് കിട്ടാൻ അത് കുറച്ച് അരോചകമായിരിക്കും എന്ന് പുള്ളിക്കാരനറിയാം. പക്ഷേ ഈ പോസ്റ്റർ കണ്ടപ്പോൾ, ഈ പച്ച നീല മഞ്ഞയെ കണ്ടപ്പോൾ പുള്ളി നടുങ്ങിപ്പോയി. ഉടനെ തന്നെ അൻവർ സാദത്ത് ആ ബ്രൗൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് ടീഷർട്ട് ഇട്ട് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കുറഞ്ഞു പോകണ്ട വിചാരിച്ച് പുള്ളി അതുപോലത്തെ പോസ്റ്റർ. അപ്പോൾ ഇനിയിപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് മോശമാകാൻ പറ്റില്ല. MA ബ്രഹ്മരാജ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഉടനെ തന്നെ ബ്രൗൺ ഷർട്ട് ഇട്ടു. പുള്ളിക്ക് ബ്രൗൺ ഷർട്ട് ഉണ്ടായിരുന്നു തന്നെ സംശയം. പേര് റെഡിമെയ്ഡ് മേടിച്ചാണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ആലുവയിൽ ഒരു പ്രാദേശികമായ കൗതുകമായിട്ട് നിൽക്കുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല.
ഈ 100 സീറ്റ് കിട്ടുമെന്ന് സതീശന്റെ കോൺഫിഡൻസ് ആദ്യം ഉണ്ടായിരുന്നതിന് കുറച്ച് കുറവില്ലേ? ഇപ്പം ബോഡി ലാംഗ്വേജ് ഒക്കെ അല്ല, 100 സീറ്റ് കിട്ടുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. 100 സീറ്റ് കുറഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ സതീശന്റെ കാര്യത്തിൽ വേറെ പ്രശ്നമുണ്ട്. സതീശൻ ഉദ്ദേശിച്ച ആളുകളെ സ്ഥാനാർത്ഥി ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 100 അല്ലാതെ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 110 സീറ്റ് വരെ പോകാവുന്ന വൈകാരിക അന്തരീക്ഷമുണ്ട് സംസ്ഥാനം. അത് ഇവർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെങ്ങനെ വെച്ചാൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ അപാകതകളാണ്. നമ്മുടെ ജോസഫ് വാഴക്കന് ഈ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാക്കുന്ന അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. അദ്ദേഹം പോസ്റ്റ് അടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സീറ്റില്ലതായി. അതുപോലെ പല സീറ്റുകളിലും ഇതുപോലെ ചിലതൊക്കെ പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറയുന്നുണ്ട്, ചിലതൊക്കെ മറ്റ് താല്പര്യങ്ങൾ വെച്ച് വന്ന സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിൽ നോക്കിയത്, പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ചാൽ അവിടെ 4-1-5 സമുദായങ്ങൾക്ക് ഇടയിലാണ് ഈ സീറ്റ് വീതം വയ്ക്കുക. ഒരു നായർ, ഒരു ഇഴവൻ, ഒരു മർത്തോമ, ഒരു ഓർത്തഡോക്സ്. ഒരു സീറ്റ് സംവരണമാണ് അടൂർ എങ്ങനെ പട്ടികജാതിക്കാരനെ വെക്കാൻ പറ്റും. ബാക്കി 4 സീറ്റിൽ ഇപ്പോൾ ഒരാളെ ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ അതനുസരിച്ച് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാറിപ്പോകും. ഒരേ സമയത്ത് 2 ഓർത്തഡോക്സുകാർക്ക് 2 മാർത്തോമക്കാർക്ക് മത്സരിക്കാൻ പറ്റില്ല, 2 നായന്മാർക്ക് 2 കിഴവർക്ക് പറ്റില്ല. അപ്പോൾ ഇതിൽ ഒരാൾ പേയ്മെൻറ്റ് സീറ്റാണെങ്കിൽ അതനുസരിച്ച് ബാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരും. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ 4-5 സീറ്റ് തോറ്റു പോകുന്ന സാഹചര്യമുണ്ട്. ഒരു സ്ഥാനാർത്ഥി തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം ഇത് തെറ്റും, അതിൻ്റെ കണക്ക് തെറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി നിർണ്ണയിച്ച വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വി.ഡി. സതീശൻ പിന്നെ എത്രയോ കാലം മുമ്പ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഉപേക്ഷിച്ച് പോയ ആളുകളൊക്കെ വീണ്ടും അലക്കി തേച്ച കതറും പച്ചച്ചിരിയുമായിട്ട് വോട്ടർമാരെ എല്ലാം അഭിമുഖീകരിക്കുന്നത്. ഞാൻ ശക്തൻ 1977 തുടങ്ങിയത് ഈ പ്രസ്ഥാനം. ഇപ്പോഴും പുള്ളി മത്സരിക്കുന്നു. ശക്തൻ പേരിലെങ്കിലും ശക്തനാണ്. അതുപോലെ തന്നെ വർക്കല കഹാർ ഇതുപോലെ പോയ ആളാണ്, പിന്നെ തിരിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ വന്നിട്ട് ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ 2 പ്രാവശ്യം ആലോചിക്കും. ഇല്ല, അല്ലെങ്കിൽ പിന്നെ അത്ര ഷുവർ സീറ്റായിരിക്കണം, അതും ഇല്ല. പക്ഷെ മുസ്ലിം ലീഗ് നിർത്തിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെയല്ല കേട്ടോ, നല്ല എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. പരിചയസമ്പന്നരായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. ലീഗ് എല്ലാ കാലത്തും പക്ഷേ അവരുടെ കൃത്യമായി പണിയെടുക്കാറുണ്ട്. പക്ഷെ ആ കൃത്യമായ രീതിയിൽ UDF വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കാറുണ്ട്. പക്ഷേ ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് എപ്പോഴും ഒരു വാക്ക് തർക്കത്തിലേക്ക് പോവുകയാണ്. അല്ല, അത് വേറെ വ്യത്യാസമുണ്ട്. ലീഗുകാർ പൊതുവെ ആത്മാർത്ഥമുള്ളവരാണ് ഈ കാര്യം. അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും ഈ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കും. പക്ഷെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സംഗതി മാറില്ല, മൊത്തം കാര്യങ്ങളും മാറും. പിന്നെ ലീഗിന് കിട്ടുന്ന വകുപ്പുകൾ അവരുടെ ഒരു സ്വകാര്യ സാമ്രാജ്യമായിട്ട് പതിച്ചെടുത്തിട്ട് അവരുടേതായ ഒരു ഭരണമായിരിക്കും പിന്നെ അവിടെ നടത്തുന്നത്. അങ്ങനെയുണ്ട്. ഈ ഇത്തവണ കേരളത്തിൽ പൊതുവെ മുസ്ലിങ്ങൾ കേരളം ഭരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി കേരളം ഭരിക്കും എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് നേരത്തെ ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് നന്നായിട്ട് ഓടിയിരുന്നു. അത് പരസ്യമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രഹസ്യമായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയും അത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റ് മെമ്പർസ്ഥാനം രാജിവെച്ചിട്ടുള്ളൂ മത്സരിക്കാൻ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി വരുന്ന മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് അത് ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ എല്ലാം നന്നായിട്ട് ചിലവാക്കി. ചില വൈദികന്മാരും ചില മെത്രാന്മാരും ഒക്കെ അതിന് ചൂട്ടുപിടിച്ചു എന്നുള്ളത് ശരിയാണ്. പോരാത്തതിന് കോവിഡ് സമയമായിരുന്നല്ലോ. അപ്പോൾ ഇത് രഹസ്യമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് പ്രചരിച്ചത്. അത് നന്നായിട്ട് കയറ്റു. അതുകൊണ്ടുകൂടിയാണ് മാണി ഗ്രൂപ്പ് ഇടതു മുന്നണിയിലേക്ക് പോയത്. ജോസ് കെ മാണി അന്വേഷണപ്രകാരം പോയതല്ല. ജോസ് കെ മാണി ആ പുറകിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്വാധീന ശക്തികളുണ്ട്, അങ്ങനെ പോയതാണ്. ഇത്തവണ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും അവരെക്കാൾ തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണല്ലോ പി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷെ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അങ്ങനെയല്ലോ, കോൺഗ്രസിൻ്റെ ആളായിരിക്കുമല്ലോ മുഖ്യമന്ത്രിയായിട്ട് വരിക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി. ഈ നറേറ്റീവ് UDF എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ ഉള്ള സംഗതി ഓടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പിണറായി വിജയനെ പുറത്താക്കുക എന്നുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ബാക്കി പിന്നീട് നമുക്ക് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് ആളുകൾ പോകും. കഴിഞ്ഞ തവണ ഇത് ഏറ്റു, ഇത്തവണ ഏൽക്കില്ല. ഒരേപോലെയല്ലോ ഫലിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ തവണ ഏറ്റ ഒരു സാധനമാണ്, ഇത്തവണ ഫലിക്കില്ല. അടുത്ത തവണയും ചിലപ്പം അത് വേറെ രീതിയിൽ വരും. വിചാരിച്ച പോലെയല്ലേ വി.ഡി. സതീശൻ വനവാസത്തിന് പോവോ? വനവാസത്തിന് പോവോ വാനപ്രസ്ഥത്തിന് പോവോ എന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ പ്രധാന സന്ദർഭങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിലപാടുള്ള നേതാവാണ്. അത് ഇനി അങ്ങോട്ട് എന്തുമാത്രം ചിലവാകും എന്നാണ് നമുക്കറിയേണ്ടത്. പ്രതിപക്ഷത്തിരുന്ന് വാള് വീശുന്ന പോലെ അല്ലല്ലോ.
ഒരിക്കൽ ഭരണത്തിൽ വരുമ്പോൾ ഇതിൻ്റെ രീതികൾ മാറും. പ്രതിപക്ഷത്ത് വിജയിക്കുന്ന പോലെ അല്ല ഭരണത്തിൽ വിജയിക്കും. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. ഈ സതീശൻ ഇപ്പം പറവൂര് സംബന്ധിച്ച് സതീശനെ വിജയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. വലിയ പ്രയാസങ്ങളൊന്നുമില്ല അവിടെ ജയിക്കാൻ. ഭയങ്കര കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന് അവിടെ ഞാൻ ജയിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ അവിടെയുള്ള RSS വോട്ടുകൾ, ഹിന്ദു RSS വോട്ടുകൾ ഇത്തവണ സതീശന് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. RSSകാർ എന്തായാലും ഇത്തവണ സതീശന് വോട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര അസ്വാരസ്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹിന്ദു സംഘടനകളുമായിട്ടുള്ള സതീശന്റെ നിലപാട് പ്രശ്നങ്ങൾ ഇതൊക്കെയുണ്ട്. അപ്പം അതിനെ എങ്ങനെയായിരിക്കും, അതെങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുക? ഇതിൽ ആദരക്ക് അറിയാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എറണാകുളം ജില്ലയിലെ ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റുകാരുള്ള ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് പറവൂർ. പിന്നെ രണ്ടാമതൊരു മണ്ഡലമുള്ളത് തൃപ്പൂണിത്തുറയാണ്. ബാക്കിയെല്ലാം UDF വോട്ടറുകളാണ്. അതായത് പഴയ വടക്കേക്കര മണ്ഡലത്തിലെ CPMകാർ മാത്രമുള്ള ഭാഗവും പഴയ പറവൂർ മണ്ഡലത്തിൽ CPMകാർ CPIക്കാർ മാത്രമുള്ള ഭാഗം കൂടി ചേർന്നാണ് പുതിയ പറവൂർ മണ്ഡലം. അവിടെ VD സതീശനല്ലാതെ ഏത് കോൺഗ്രസ്സുകാരും എന്നാലും ജയിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം. രണ്ടാമത്തെ കാര്യം, പറവൂരുള്ള മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാരും VD സതീശനെതിരാണ്. ഇപ്പോഴല്ല, മുമ്പും എതിരാണ്. അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോൾ പുള്ളിക്ക് ഇന്ന ദിവസം വരെ എതിരാണ്. അപ്പോൾ അതും പുള്ളിക്ക് വിഷയമല്ല. മൂന്നാമത്, ഈ BJP RSS വോട്ടുകൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വാധീനത്തിൽപ്പെട്ട BDJS അത് കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 2016 സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പറവൂര് ക്യാമ്പ് ചെയ്ത് ഈ VD സതീശനൊരു വലിയ ഈഴവ സമുദായ ദ്രോഹിയാണ്, ഇവൻ ആര് വോട്ട് ചെയ്തത് എന്ന് പുള്ളി ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചു. ഈ എറണാകുളം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ തന്നെ ഈഴവർക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് എല്ലാം തന്നെ BDJS ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചു. ഏറ്റുമാനൂർ, വൈക്കത്ത്, തൃപ്പൂണിത്തുറയിൽ, വൈപ്പിനിൽ, പറവൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നല്ല അങ്ങോട്ട് കയ്പമംഗലം, ഗുരുവായൂർ വരെ, ഗുരുവായൂർ മണലൂർ വരെ BJP ഗംഭീരമായിട്ട് വോട്ട് പിടിച്ചു. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിൻ്റെ അന്യതാ ജയിക്കുമായിരുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ തോറ്റു. അതിനെ അതിജീവിച്ച ഒരാളുള്ളത് VD സതീശൻ. പറവൂരും വോട്ട് പിടിച്ചു. പക്ഷെ പിടിച്ച വോട്ട് കുറഞ്ഞത് എവിടെ നിന്നറിയാം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. CPIയുടെ വോട്ട് കുറഞ്ഞു. സതീശൻ്റെ വോട്ടിന് യാതൊരു കുറവ് സംഭവിച്ചില്ല. BDJS നല്ലോണം വോട്ട്. മറ്റെല്ലാ സ്ഥലത്തും BDJS BJP സഖ്യം പിടിച്ച വോട്ട് കോൺഗ്രസിനെ തോൽപ്പിച്ചു, UDFനെ തോൽപ്പിച്ചു. പറവൂര് മാത്രം അത് LDFന് തോൽപ്പിച്ചു. ഇത്ര വലിയ അഭ്യാസിയാണ് ഈ VD സതീശൻ. നമ്മൾ വെറുതെ പറവൂര് പോയിട്ട് ആരെങ്കിലും ചോദിച്ചു നോക്കുക, എങ്ങനെ എടുത്ത ചോദിക്കണ്ട, ചോദിക്കാതെ ആളിനെ കിട്ടും. ഇത്തവണ സതീശൻ തോക്കൂട്ടു. അതാണ് സംസാരം. ഇപ്പോഴല്ല, ഒരു 2-3 കൊല്ലമായിട്ട് പറവൂര് CPMകാരും അവരുടെ താല്പര്യമുള്ള ആളുകളും നിഷ്പക്ഷമതികളായിട്ട് ഭാവിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ് സതീശൻ തോൽക്കുമെന്നാണ്. ഇത്തവണ സതീശൻ തോൽക്കും. അതാണ് നറേറ്റീവ്. പറവൂര് ഞാനായിട്ട് പറഞ്ഞതല്ല, അവിടെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന സ്ഥാനം സതീശൻ തോൽക്കുന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സതീശൻ വോട്ട് ചെയ്യുന്ന ഒരാളും സതീശൻ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവരെല്ലാവരും കാലത്തെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് പോളിംഗ് ബൂത്തിൽ പോയിട്ട് കൈപ്പറ്റി വെച്ചിട്ട് വോട്ട് ആരോടൊന്നും പറയില്ല. പക്ഷേ വോട്ടെണ്ണി കഴിയുമ്പോൾ പുള്ളി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്കത് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഈ സതീശൻ വലിയൊരു അഭ്യാസിയാണ്. നമ്മൾ ഈ പുറമെ കാണുന്ന സതീശൻ മാത്രമല്ല, വേറൊരു സതീശനുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. പറവൂർ മണ്ഡലത്തിൽ ഇപ്പോഴല്ല, എത്ര കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. പറവൂർ പോയി കഴിഞ്ഞാൽ ഒറ്റ പോസ്റ്റ് ഓടും. അഡ്വക്കേറ്റ് VD സതീശന് വോട്ട് ചെയ്യുക, കൈപ്പത്തി. വേറെ ഒരു നേതാവിൻ്റെ പടം അവിടെ കാണില്ല. സോണിയാഗാന്ധിയുടെ, മൻമോഹൻ സിംഗിൻ്റെ, AK ആന്റണിയുടെ, കരുണാകരൻ്റെ, ഒരൊറ്റ കുഞ്ഞിൻ്റെ, പാണക്കാട് തങ്ങളുടെ ആരുടെ പടം ഉണ്ടാവില്ല. സതീശൻ മാത്രം. എല്ലാ ഭിത്തിയിലും സതീശൻ. ഒരു നേതാവിൻ്റെ പുറമേ നിന്ന് വന്ന് പ്രസംഗിക്കാൻ പുള്ളി അനുവദിക്കില്ല. അവിടെ മൻമോഹൻ സിംഗും വരില്ല, സോണിയാഗാന്ധിയും വരില്ല, ദേശീയ നേതാക്കന്മാരും വരില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് അദ്ദേഹത്തിന് പുള്ളിയുടെ കഴിവിനെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ട്. അതെ ഞാൻ പറഞ്ഞ വലിയ കോൺഫിഡൻസ്. അത് ഒരു രീതി, അത് പുള്ളിയുടെ ഒരു ശൈലി അതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ തന്നെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല. പക്ഷെ RSS BJPയുടെ വോട്ടുകൾ എത്രമാത്രം സ്വാധീനിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പറയണം. 91 ശേഷം ശരിക്കും പൊളിറ്റിക്കലായിട്ടൊരു ഫൈറ്റ് വന്ന ഇത്തവണയാണ്. ടൈസൺ മാസ്റ്റർ നല്ല സ്ഥാനാർത്ഥിയാണ്. CPIക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് ഫീൽഡ് ചെയ്യാവുന്നതിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്.
പിന്നെ ലാറ്റിൻ കാത്തലിക്കിൻ്റെ വോട്ട് സാധാരണ പുള്ളിക്ക് കിട്ടുന്നതാണ്. അതിലൊന്നും വലിയ ഇളക്കമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷെ സതീശൻ ജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ വത്സല പ്രസന്നകുമാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇത്തവണ BJP ആയിട്ട് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശേഷം ഉണ്ടാവും പോകുന്നില്ല. സഭ വോട്ടൊട്ടും മാറാൻ സാധ്യതയില്ല. അല്ല, മുനമ്പം എന്ന വിഷയോടെ മുനമ്പം വിഷയത്തെ സംബന്ധിച്ച് ഇതുപോലെ ലാറ്റിൻ കാത്തലിക്കാരുടെ ഇടയിൽ ഒരു എതിരഭിപ്രായമുണ്ട്, വിയോജിപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാത്തിനും അതിജീവിച്ച് സതീശൻ തന്നെ ഈ BJPയുടെ വോട്ട് വിഹിതം ആരെ പ്രതിരോധത്തിലാക്കുമെന്നാ കരുതുന്നത്? എവിടെ മൊത്തത്തില് അങ്ങനെ പറയാൻ പറ്റില്ല. പഴയ പോലെ അല്ല. പണ്ട് BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് UDF ബാധിക്കും എന്നുള്ളായിരുന്നു പണ്ടുള്ള സംഗതി. അങ്ങനെ ആയിരുന്നു. BJP സ്ഥാനാർത്ഥി കുറേ വോട്ട് പിടിച്ചാൽ അത് കണക്കാക്കിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങളൊക്കെ തന്നെ ഉദാഹരണം, വൈക്കം, തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ, ഇവിടെയൊക്കെ BJPയുടെ വോട്ട് ഷെയർ കുത്തനെ കൂടി. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം 2016-ലും 2021-ലും 2016-ലും 2021-ലും BJPയുടെ വോട്ട് ഷെയർ കൂടിയപ്പോൾ കോൺഗ്രസിനാണ് ദോഷം ചെയ്തത്, UDF ദോഷം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി കൂടുന്നത് LDF-നും ഒരുപോലെ ദോഷം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ മണ്ഡലത്തിൽ, ആലപ്പുഴ സാധാരണയിൽ BJPക്ക് ഒരു ക്ലച്ചില്ലാത്ത സ്ഥലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് കുറേ അധികം വോട്ട് പിടിക്കും. അവരുടെ വോട്ട് ഷെയർ നല്ലോണം കൂടി. അപ്പോൾ അത് ദോഷം ചെയ്ത ആരിഫിനാണ്. ഇവിടെ ഏതാണ്ട് KC വേണുഗോപാലിനും പണ്ടത്തെ വോട്ട് തന്നെ കിട്ടിയത്. നേരെ മറിച്ച് ഈ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് അവിടെ കൂടുന്നതനുസരിച്ച് ഇവിടെ കുറയുകയാണ് ചെയ്തത്. കോഴിക്കോട്ടും അതുപോലെ തന്നെ എളമരം കരീമിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത്. MK രാഘവൻ്റെ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിച്ചു, ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലെത്തി. പക്ഷേ ഈ കരീമിൻ്റെ കുറഞ്ഞ വോട്ട് MT രമേശിനാണ് കൂടിയത്. അപ്പോൾ ആ രീതിയിലേക്ക് മാറി. അതുകൊണ്ട് BJPയുടെ ഇനിയുള്ള വളർച്ച എന്ന് പറയുന്നത് CPM-ൻ്റെ ചെലവിലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഡീലാണല്ലോ ഒരു വിഷയം, മുഴുവൻ ഡീലാണ്. ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡീലാണ്. ഇതിൽ ഏതൊക്കെ ആരൊക്കെ തമ്മിലാണ് ഇപ്പോൾ ഡീലെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വാക്കും അത് തന്നെയായിരിക്കും. മൊത്തത്തിൽ ഡീല്. ഇതല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് പറഞ്ഞത് അതിനേക്കാൾ ഭേദം ഡീലാണെന്ന് പറയുന്നത്. LDF BJP അന്തർധാര ഉണ്ടോ ശരിക്കും? അല്ല, LDF BJP അന്തർധാര രണ്ട് രീതിയിലാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ BJP-കാരോട് നിങ്ങൾ ഇത്തവണ LDF-ന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ വോട്ട് മാറ്റി ചെയ്യില്ല. CPM-കാരോട് BJP-ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരും ചെയ്യില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അത് പറയാതെ അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം, അത് വേറൊരു രീതിയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്ത് P. രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ നോക്കിയത്, കളമശ്ശേരിയിൽ P. രാജീവാണ് സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി നമ്മുടെ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അബ്ദുൾ ഗഫൂറാണ്. അവിടെ കഴിഞ്ഞ തവണ സംഭവിച്ചാണ്. ഇത്തവണത്തെ നമുക്ക് വരാൻ പോണല്ലോ, വോട്ടെണ്ണുമ്പോഴേ കൃത്യം പറയാൻ പറ്റുള്ളൂ. ഇത്തവണ അത് തന്നെ ആവർത്തിക്കാൻ സാധ്യതയാണ്. കഴിഞ്ഞ തവണത്തെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തുല്യ നിലയിലുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി. എറണാകുളം ജില്ലയിൽ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കളമശ്ശേരിയിലാണ്. പണ്ട് ആലുവയായിരുന്നു, പിന്നെ അത് വിഭജനത്തിന് ശേഷം കളമശ്ശേരിയിൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, ഈഴവ പുലയ വോട്ടർമാർ കൂടുതലുള്ള ഭാഗത്തൊക്കെ രാജീവ് ലീഡ് ചെയ്തു. സ്വാഭാവികം, അവർ LDF-ൻ്റെ വോട്ടാണ്. തൊഴിലാളി മേഖലകളിലും രാജീവ് ലീഡ് ചെയ്തു. ക്രിസ്ത്യൻ മേഖലകളിൽ ഗഫൂർ ലീഡ് ചെയ്തു. ക്രിസ്ത്യാനികൾ പൊതുവെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ. മറ്റ് നായർ മുതലായ സവർണ സമുദായക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് BJP-യുടെ പഞ്ചായത്ത് മെമ്പർമാരോ മുനിസിപ്പൽ കൗൺസിലർമാരോ ഉള്ള മേഖലകളിൽ അവിടെയും രാജീവ് ലീഡ് ചെയ്തു. BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയില്ല. BJP-യല്ല സ്ഥാനാർത്ഥി BD ജയസാൻ. ആ വോട്ട് രാജീവിലേക്ക് വന്നു. പിന്നെ ബാക്കിയുള്ളത് മുസ്ലിം വോട്ടാവുള്ളൂ. മുസ്ലിം വോട്ട് മേഖലകളിലും രാജീവ് ലീഡ് ചെയ്തു. അങ്ങനെയാണ് രാജീവ് ജയിച്ചത്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ BJP-കാരോട് നിങ്ങൾ രാജീവിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യൂല. നേരെ മറിച്ച് വളരെ ലോ പ്രൊഫൈലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ആളുകൾ ഇത് ചെയ്യും. ഇത്തവണ ഇത് സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട്. രാജീവ് ജയിക്കുന്നാണോ? രാജീവ് ജയിക്കാനുള്ള സാധ്യത. രാജീവ് വലിയ അഭ്യാസിയാണ്. സതീശന്റെ പോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള അഭ്യാസിയാണ്. മിക്കവാറും മന്ത്രിമാർ ഇത്തവണ തോക്കും. എത്ര മന്ത്രിമാർ ഈ സഭയിൽ തോക്കും? 12 പേര് തോക്കുന്നതാണ് സതീശൻ പറഞ്ഞത്. 12 ഇല്ലെങ്കിലും ഒരു 10 9 10 പേര് നിശ്ചയമായിട്ട് തോക്കും, അതിന് സംശയമില്ല. ആദ്യം തോക്കുന്ന മന്ത്രി ആരായിരിക്കും? വീണ ജോർജാണ് ആദ്യം തോക്കുന്നത്. ഞാനത് പറയാനായിട്ട് നാക്ക് വളക്കായിരുന്നു. വീണ ജോർജ് തോൽക്കാനാണ് സാധ്യത. ആദ്യം തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥി വീണ ജോർജ് തന്നെയാണ്. ഇത് പറയാതിരിക്കാൻ നിർത്തില്ല.
പക്ഷെ അത് നമ്മൾ നോക്കുമ്പോഴേ ഇപ്പൊ സഭാ വോട്ടുകൾ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ വീണ ജോർജിനും മുൻതൂക്കമുണ്ട്. ഈ പറഞ്ഞ പോലെ അബിൻ വർക്കിയും അവിടെ മോശം സ്ഥാനാർത്ഥിയല്ല. സഭാ വോട്ടുകൾ രണ്ടുപേർക്കും തുല്യമായിട്ട് കിട്ടേണ്ട ആ രീതിയിലേക്കൊക്കെ നോക്കിയൊന്നും ആളുകൾ ആ രീതിയിൽ വോട്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? അവർക്കൊക്കെ രാഷ്ട്രീയമായൊരു ഒരു തീരുമാനം ഉണ്ടാവും. സഭ ഓർത്തഡോക്സുകാരാണെന്ന് വെച്ച് ഓർത്തഡോക്സുകാരെ എല്ലാവരും വീണ ജോർജിനോ അല്ലെങ്കിൽ അബിൻ വർക്കിക്കോ ചെയ്യില്ല. അവരുടെ ഉള്ളിലൊരു തീരുമാനം ഉണ്ടാവും. അത് കോൺഗ്രസ് ഇപ്പോൾ ഈ 10 കൊല്ലം കഴിഞ്ഞ സർക്കാർ ഇനി നീണ്ടുനിൽക്കണോ എന്നൊരു ചോദ്യം മറ്റേ 139 മണ്ഡലത്തിലുള്ള പോലെ ആറന്മുളയിലുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അവർ കൊടുക്കും. പക്ഷെ സഭ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് അത് ചില മണ്ഡലങ്ങളിൽ ചിലപ്പോൾ സ്വാധീനിക്കും, എല്ലായ്പ്പോഴും അല്ല. ചില സന്ദർഭങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ സ്വാധീനിക്കാവുന്ന ഒരു മണ്ഡലം ഞാൻ പറയും. പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത സിറിയൻ ജേക്കബിറ്റുകാർ ഏറ്റവും അധികമുള്ളൊരു മണ്ഡലമാണ്. അവിടെ ജേക്കബിറ്റുകാരനല്ലാതെ ഓർത്തഡോക്സുകാരൻ നിന്ന് തുറ്റും. അതാണ് അവസ്ഥ. ഇത്തവണ കോൺഗ്രസ് പാർട്ടി ധൈര്യപ്പെട്ട് ഒരു സിറിയൻ കത്തോലിക്കിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ന്യായപ്രകാരം അയാൾ തോറ്റ് തുന്നം പറഞ്ഞു. മനോജ് മൂത്താട്. എതിർ സ്ഥാനാർത്ഥികൾ 2 പേരും ബി ജെ പി 2020 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും 2 പേരും സിറിയൻ ജേക്കബിറ്റുകാരാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്കറിയാം സഭയുടെ സ്വാധീനമാണോ അല്ലെങ്കിൽ സമുദായ സ്വാധീനമാണോ അതൊരു രാഷ്ട്രീയമാണോ അവിടെ വിജയിക്കുക എന്നുള്ളത് എൻ്റെ വിശ്വാസം. എനിക്ക് അവിടുത്തെ പെരുമ്പാവൂർന്ന് ഇടുന്ന ഫീഡ്ബാക്കും ഈ കത്തോലിക്കനായ മനോജ് മൂത്തടം ജയിക്കും എന്നുള്ളതാണ്. ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പം ഇരിക്കൂർ പോലെയുള്ള മണ്ഡലങ്ങളൊന്നും ഒരു കാരണവശാലും സഭയുടെ ഇൻഫ്ലുവൻസും ഉണ്ട്, അല്ലാതെയും ഉണ്ട്. UDF-ന്റെ സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ്. അതെ, അവിടെയും മാറി കുത്താനുള്ള ചാൻസുകളൊന്നും ഇല്ല, വളരെ കുറവാണ്. അതെ. ഈ പിന്നെ 2020 കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. 2020 ഇങ്ങോട്ട് വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പം എങ്ങനെയായിരിക്കും? ഇപ്പൊ കിഴക്കമ്പലത്തിൽ ജയിക്കുമോ, അല്ലെങ്കിൽ അവിടെയൊക്കെ കുന്നത്തനാട് എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഒരു 2020യുടെ ഇൻഫ്ലുവൻസ്? 2020യുടെ ഇൻഫ്ലുവൻസ് എറണാകുളം ജില്ലയിൽ എന്തുമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് BDJS ഉണ്ടാക്കിയത് അവർക്ക് ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു പാലമായിട്ട് വന്നത്. മുമ്പ് ഈഴവർക്ക് താമര അടയാളത്തിൽ ഓടിക്കാനൊരു വൈമനസ്സുണ്ട്. ഇപ്പം അത് മാറി. ഇപ്പം അത് ഈ തൃശ്ശൂർ ജില്ലയിൽ സഖ്യത്തിനേക്കാൾ ഗുണം ചെയ്യുമോ അതോ? അത് സഖ്യത്തിന് ഗുണം ചെയ്ത പോലെ ഇത് ഈ എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്ത്, അതായത് കുന്നത്തുനാട്, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ആ പ്രദേശങ്ങളിലൊക്കെ BJPക്ക് വേറൊരു തരത്തിൽ സൈക്കോളജിക്കലി അത് ഒരു എഡ്ജായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ലോങ് റണ്ണിൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. ഈ അഖിൽ മാരാറെ നിർത്തിയത് എന്തെങ്കിലും വലിയ ജയിക്കുമെന്ന് എനിക്ക് അങ്ങനെയല്ല. അത് ഈ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മാറി. പണ്ട് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ സീരിയൽ നടികളും അതുപോലെ ബിഗ് ബോസ് താരങ്ങളും ഒക്കെ മത്സരിക്കാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ മാത്രമാവും. അവർ കഴിഞ്ഞ് രാഷ്ട്രീയക്കാർ ഇത് കഴിഞ്ഞ് സീറ്റുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. പാലക്കാട്ട് മത്സരിക്കാൻ കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ലോ രമേഷ് പിഷാരടിയെ കൊണ്ട് നിർത്തിയതില്ലേ. എത്രയോ കോൺഗ്രസ്സുകാർ പാലക്കാട്ട് എത്രയോ കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു. 50 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 40 കൊല്ലമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ നെന്മാറയിൽ മത്സരിക്കും. പക്ഷേ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കോൺഗ്രസ്സിൽ വന്ന രമേശ് പിഷാരടി പാലക്കാട്ട് മത്സരിക്കും എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പക്ഷെ തൃക്കാക്കര എല്ലാ കാലത്തും UDF-ന്റെ ഒരു സേഫ് സോൺ അല്ലേ? അതെ, തൃക്കാക്കര UDF-ന്റെ ഒരു ഷുവർ സീറ്റാണ്. അവിടെ സ്ഥാനാർത്ഥി വരുമ്പോൾ അത് എന്തുമാത്രം ഉണ്ടാവുന്നുള്ള നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ പറയാൻ പറ്റും. അഖിൽ മാരാർ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ആളാണ്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോ ഒരു റിയാലിറ്റി ഷോ മറ്റു 2 സ്ഥാനാർത്ഥികളും അത്ര ഇംപ്രസീവും അല്ല. രണ്ടുപേരും ശരിക്കും ഒരു ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പല കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പല പ്രായ വ്യത്യാസമുള്ള വോട്ടർമാരാണല്ലോ. അപ്പം അഖിൽ മാരാരെ പോലെ ഒരാൾക്ക് ഈ ഒരു TV ഷോയുടെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് മാത്രമല്ലാതെ മറ്റെന്താണ് നമുക്ക് ആ മണ്ഡലത്തിൽ പറയാൻ പറ്റുക? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ PC ചാക്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ, വലിയൊരു പാർലമെന്റേറിയനാണ്. കേന്ദ്രത്തിൽ മന്ത്രിയൊന്നും ആയില്ലെങ്കിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ച എങ്ങനെയാണ്? ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇന്നസെന്റും ചാക്കോയും തമ്മിൽ വല്ല കമ്പാരിസൺ ഉണ്ടോ രാഷ്ട്രീയത്തിൽ? പക്ഷെ ആളുകൾ വോട്ട് ചെയ്ത് ഇന്നസെന്റിനായിരുന്നു. ചാക്കോ തോറ്റുപോയി.
ഈ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരണം വല്ല ഗുണം ചെയ്യോ? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കുറച്ചുകൾ മുമ്പ് എന്താണ് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇവർ എന്തൊരു കലാപരിപാടി എടുത്തില്ല. എന്തായാലും ഗൃഹ സന്ദർശനം വീടുകളിലൊക്കെ വന്നിട്ട് ഞങ്ങൾ സർക്കാർ 10 കൊല്ലം കൊണ്ട് ഇട്ടിട്ട് കാര്യങ്ങൾ അത് നമുക്ക് വല്ല പ്രയോജനമുണ്ട്? ഒരു കാര്യം ഉണ്ടായില്ല. നവകേരള സദസ്സ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാവില്ല. ഇല്ലേ, 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയോട് കൂടി ബസ്സിൽ കയറി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോയിട്ട് എന്ത് ഗുണമുണ്ടായി? നാട്ടുകാരെ വെറുപ്പിച്ചു. അതല്ലാതെ ഒരു ഗുണമുണ്ടായില്ല. ലോക കേരള സഭ ഇങ്ങനെയൊക്കെയുള്ള കെട്ടുകാഴ്ചകളാണ് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തത്. ഈ നവകേരള സദസ്സും അതിനോട് ചേർന്ന് DYFIക്കാർ അവതരിപ്പിച്ച ജീവൻ രക്ഷാപ്രവർത്തനം, അതാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് കുറച്ചു കാലം പ്രചരണം ഉള്ളെങ്കിൽ തന്നെയും കൂടുതലും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയും വികസന ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ചർച്ചയിലേക്ക് വന്നില്ല. ഒരു സർക്കാർ തുടർച്ചയായ 2 ടേംസ് ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന വികസന ചർച്ചകളോ അല്ലെങ്കിൽ അവരുടെ പദ്ധതികളോ ഒന്നും ചർച്ച ചെയ്യാതെ ഈ കുറേ കൂടി കമ്മ്യൂണൽ ആയിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പോയതായിട്ട് തോന്നിയില്ലേ? കമ്മ്യൂണലായിട്ടും പേഴ്സണലായിട്ടുള്ള ആരോപണം, അതെ, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും. അതെ, രാഷ്ട്രീയം ഒരു വിഷയമായില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ആക്ഷേപം മാത്രമേ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില്ലല്ലോ ഈ സ്ഥാനാർത്ഥി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾ കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമലേഖനം കൊടുക്കുന്നതൊക്കെ അപ്പോൾ ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവരും. അപ്പോൾ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ബോധ്യം, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളുകളെ പോലെ വഷളന്മാരായിട്ട് വേറൊരാളും ആ രാജ്യത്തില്ല എന്നുള്ളത് തെളിയിക്കും. അങ്ങനെ വെറും ഒരു ആരോപണങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുക ആയിരുന്നില്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ UDF അതിനൊരു കൃത്യമായൊരു വഴി, അവർക്ക് ഒരു അജണ്ട ഉണ്ടാക്കാമായിരുന്നില്ലേ? അല്ല, അങ്ങനെ അജണ്ട ഉണ്ടാക്കാൻ പോയിട്ട് സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിക്കാൻ അവർക്ക് അറിയില്ല എന്ന് മനസ്സിലായില്ലേ? അത് ഈ ഭരണമാറ്റത്തെ തുടർന്ന് ഒരു ഭരണ നാറ്റമുണ്ടാവും. അത് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ അത് ആളുകൾ വൈകാതെ മനസ്സിലാക്കും. കെ സുധാകരന്റെ അവസ്ഥ എന്താ? കുറച്ചുകാലം ഒതുങ്ങി എന്ന് തോന്നിയെങ്കിലും ഇപ്പൊ തൽക്കാലം ഒന്ന് ഒതുങ്ങിയതാകും. എന്താ പറയാ, ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പുള്ള ഒരു ഇതായിട്ടാണോ കാണുന്നത്? സുധാകരന്റെ സത്യത്തില് സഹതാപം അർഹിക്കുന്ന ആളാണ് പുള്ളി. എന്ന് വെച്ചാല് പ്രായാധിക്യവും അതിനെ തുടർന്നുള്ള ഈ ഓർമ്മക്കുറവും അദ്ദേഹത്തിനുണ്ട്. ഈ അദ്ദേഹം പറയുന്ന പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ല. ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ചില ഈ വേതാളങ്ങളുണ്ട്, അവരെ പുള്ളിയുടെ ചെവിയിൽ ഓതി കൊടുക്കും. ആ പുള്ളി പെട്ടെന്ന് നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് ഇത് പറയുകയാണ്. അത് പറയുന്നതോട് കൂടി തന്നെ പുള്ളി അത് മറന്നു പോകും. അപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് പ്രായാധിക്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഫലം വന്നു കഴിയുമ്പോൾ വീണ്ടും വേറെ തരത്തിലുള്ള സാധ്യതയില്ലേ? പറയാൻ പറ്റിയില്ല. പുള്ളി അതുകൊണ്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ അടുത്തൊക്കെ പോയി ഒന്ന് അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ശരിയാണ് പുള്ളി. പക്ഷെ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് കണ്ണൂർ മേഖലയിൽ എത്രയൊക്കെ പറഞ്ഞാലും അത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന. കണ്ണൂർ മേഖലയിൽ മാത്രമല്ല, കെ സുധാകരനെ കൺകണ്ട ദൈവമായിട്ട് ആരാധിക്കുന്ന കുറേ ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ പോലും ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയും ദൂരം. എന്ന് മാത്രമല്ല, ലോകവ്യാപകമായിട്ട് ഏറ്റവും അധികം ആരാധകരുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാവും സുധാകരനാണ്. നമ്മൾ സുധാകരനെ പറ്റി TV-യിൽ എങ്ങാനും ഒരു നല്ല വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ആളുകൾ സാംബിയയിൽ നിന്ന് കോങ്കോയിൽ നിന്ന് വരെ വിളിക്കും സുധാകരൻ്റെ ആരാധകർ. അപ്പോൾ ഫോൺ ജാമായി പോകും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സാംബിയയിലും കോങ്കോയിലും എന്താണ് ടാങ്കരിക്കയിലും ഒക്കെ ആരാധകരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മുൻകാലങ്ങളിലുണ്ട്. പക്ഷെ ഇത്തവണ അത് വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു കൂടുതലും ഉണ്ടായത് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ സാമുദായിക സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും മൊത്തത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക? ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടനകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. മെത്രാന്മാരാണെങ്കിലും SNDP NSS ഒക്കെ ആണെങ്കിലും അവർ കുറച്ചൊന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് എതിരായിട്ടുള്ള ഹൈക്കോടതി വിധി വന്ന് ഏതാണ്ട് അതേ സമയത്താണല്ലോ. അതുകൊണ്ട് പുള്ളി കുറച്ച് ഒന്ന് പ്രതിരോധത്തിലായി. NSS ആണെങ്കിൽ ഇപ്പം പഴയ പോലെ അഭിപ്രായമൊന്നും പറയുന്നില്ല. മെത്രാന്മാരാണെങ്കിലും താരതമ്യേന ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെയൊക്കെ ഊഴം വരുന്ന എപ്പോഴും UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇന്നാളെ മന്ത്രിയാക്കണം, ഇന്നാളെ ഇന്ന സ്ഥാനത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ ആ ഒരു കാഴ്ച കാണുന്നില്ല. അത് ഉടനെ പുനരവതരിക്കും. അപ്പോൾ സുറിയാനിക്കാരന് ഇത്ര, ലത്തീൻകാരന് ഇത്ര, പുനരൈക്യ പ്രസ്ഥാനക്കാരന് ഇത്ര, നാടൻ ക്രിസ്ത്യാനിക്ക് ഇത്ര, NSSന് ഇത്ര, SNDPക്ക് ഇത്ര, വിശ്വകർമ്മ സഭയ്ക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മുന്നേക്കെത്തും. ഇപ്പം അതിന് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് തൽക്കാലം. NSSന്റെ SNDPയുടെ ഒക്കെ വോട്ടുകൾ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? ഇപ്പൊ NSSനെ സംബന്ധിച്ച് UDF
UDF മാറി LDF ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അല്ല, അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു നിലപാടുമില്ല. പ്രത്യേകിച്ച് ഇവരുടെ നിലപാടനുസരിച്ചിട്ടല്ലോ ആളുകൾ വോട്ട് ചെയ്യുക. NSS SNDP പറഞ്ഞ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാനെങ്കിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചാൽ അതൊന്നും സംഭവിക്കില്ല. ആളുകൾ അവരുടെ ഇഷ്ടമനുസരിച്ച് താല്പര്യം അനുസരിച്ച് വോട്ട് ചെയ്യും. നല്ലൊരു ഇടത് കാറ്റില്ലേ NSSന്റെ സമീപകാലം? ഇല്ല, അത് പുള്ളി വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾ പ്രകാരം ഇടതുപക്ഷ നാട്യം സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ നിലപാടനുസരിച്ച് എല്ലാ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അപ്പൊ അത്തരം വോട്ടുകളൊന്നും ഇടതിനെ സ്വാധീനിക്കില്ല. അതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ തന്നെ ഇത്തവണയും ചെയ്യും. പരമ്പരാഗത CPM വോട്ടുകൾ അല്ലെങ്കിൽ പരമ്പരാഗത CPM വോട്ടുകൾ CPM-ന് കിട്ടും. അത് മാത്രമേ നായർ സമുദായത്തിൽ നല്ലൊരു ഭാഗം ആളുകൾ ഇപ്പൊ പ്രത്യക്ഷ BJP അല്ലെങ്കിൽ പ്രച്ഛന്ന BJP ആയി കഴിഞ്ഞു. അത് മറ്റ് സമുദായങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈഴവ സമുദായത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ധീവര സമുദായക്കാർ ഗണ്യമായ രീതിയിൽ BJP ആയി കഴിഞ്ഞു. വിശ്വകർമ്മ സമുദായക്കാരായി കഴിഞ്ഞു. ഈവൻ പട്ടിക സമുദായത്തിൽ പോലും അവരുടെ കടന്നുകയറ്റം വളരെ വ്യക്തമാണ്. അപ്പോൾ അതൊരു സംഗതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ വോട്ട് ഷെയർ 20% എത്തുന്നു എന്ന് പറയുമ്പോൾ മൊത്തമുള്ളതിൻ്റെ 20%-ലേക്കാണല്ലോ കയറുന്നത്. അപ്പോൾ ഹിന്ദു വോട്ടിൻ്റെ എത്ര ശതമാനമായെന്ന് ആലോചിച്ചു. മൊത്തമുള്ള 100%-ൽ 20% BJP ആയി എന്ന് പറഞ്ഞാൽ അത് ജനസംഖ്യയുടെ പകുതി വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ വലിയൊരു ഭാഗമായി കഴിഞ്ഞു. ഇത്തവണ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് UDF-നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുക. അപ്പൊ അത് എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവും, ഒരു സംശയമില്ല. മുസ്ലിം വോട്ടർമാരിൽ ഒരു 95% UDF വോട്ട് ചെയ്യും. പിന്നെ 5% ബാക്കിയുള്ളതുണ്ടല്ലോ, അത് ഒരു പ്രത്യേക മണ്ഡലത്തിൽ അവർക്ക് തീരെ അനഭിമതനായ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് LDF-ന് തന്ത്രപരമായിട്ട് മാറ്റി ചെയ്യുന്ന വോട്ടായി അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി വോട്ടുകൾ മിക്കവാറും UDF-ലേക്ക് വരും. എങ്ങനെയാണെങ്കിലും ആ വോട്ടുകളെല്ലാം UDF-ലേക്ക് കേന്ദ്രീകരിക്കും. ഈ പിണറായി വിജയൻ ഇത്തവണ പ്രചരണത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പഴയ കോലീബി സഖ്യം ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ആവർത്തനം നടത്തിയെന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഞാൻ പറയട്ടെ, ഈ കോലീബി സഖ്യം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ എന്തായിരുന്നു കോലീബി സഖ്യം എന്ന് പുള്ളിക്കറിയാം, എനിക്കറിയാം. കേരളത്തിൽ ഇപ്പോഴത്തെ തലമുറയിൽ എത്ര ആൾക്കാർക്കറിയാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പറയുന്നത്? പുള്ളിക്ക് എന്തെങ്കിലും ധാരണ വേണ്ടി? ഇന്നത്തെ കാലത്തിൽ ഇത് 2026-ലല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് 1990-91 കാലത്തുണ്ടായ സംഭവമാണ് കോലീബി സഖ്യം. അത് ഇനി ആവർത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങൾക്ക് അതിനുശേഷം ജനിച്ചവരാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ, ഇല്ലേ? അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ചിലവാകില്ല. പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണം. കോലീബി എന്ന് കേൾക്കുമ്പോൾ രസമുണ്ടെങ്കിലും എന്താണ് കോലീബി എന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷ ആൾ.